ഞാനും അവനെ അന്വേഷിച്ചോണ്ടല്ലേ ഇരിക്കുന്നേ. ആരുമില്ലത് എവിടെ? വണ്ടി നിർത്ത്. ആരുടെ 100 ആയിസ അവന്റെ കാര്യം പറഞ്ഞത് ഇവിടെ മുമ്പിലെത്തി. അറിവ് എടാ അരവേ, ഇതെന്ത് കോലടാ? നീ എന്താടാ ഈ കോലത്തില്? ഓക്കെ, ഞാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ആരതി കാണാൻ വേണ്ടി പോയതാ. പോലീസുകാരോ നാട്ടുകാരോ എന്നെ തിരിച്ചറിയാതിരിക്കാൻ ഈ മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നതാ. ഞാൻ ഇങ്ങനെ മാറിയതുകൊണ്ട് ആരും എന്നെ തിരിച്ചറിഞ്ഞതുമില്ല. അതെ, നീ ഇവിടെ ഇങ്ങനെ നിക്കണ്ട, വേഗം വണ്ടി കയറ്. വാ 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 വാ. ആരതി കാണാൻ പോവാന്ന് ഒരു വാക്ക് പറഞ്ഞിട്ട് നിനക്ക് പോയിക്കൂടായിരുന്നോ? നിങ്ങളോട് പറഞ്ഞാ നിങ്ങളും കൂടെ വരും. നിങ്ങളെയും കൊണ്ട് ഞാൻ ചെന്നോ ആരതി വരാൻ തയ്യാറായില്ലെങ്കിലോ? അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് പോയത്. അല്ല, ആരതി വന്നില്ലേ? മോഴക്കുന്നില്ല എന്റെ ഫ്രണ്ട് ആരതി. അവള് വന്നടാ. ആ, തക്ക സമയത്ത് നീ അവളെ സ്റ്റേഷനിലേക്ക് പറഞ്ഞയച്ചതോണ്ടേ ഞങ്ങള് രക്ഷപ്പെട്ടു. എന്തായാലും ആരതി നേരിട്ട് വന്നോണ്ട് ഇനി AC പടച്ചാലും നിങ്ങൾക്ക് ഉണ്ടാവില്ലല്ലോ. അതെന്തായാലും ഉണ്ടാവില്ല. ആ, ആരതിയെ കണ്ടപ്പോഴേ ACP ഫ്രീസായി. ഇപ്പോഴാ ഞങ്ങൾക്ക് എല്ലാവർക്കും അല്പം സമാധാനം കിട്ടിയത്. അല്ല, നിങ്ങള് ആരതിയെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അവളെ ഇഷ്ടായോ? എടാ, അവളെ ആരാടെ ഇഷ്ടപ്പെടാത്തെ? അവക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. നല്ല ബുദ്ധിയുള്ള പെൺകുട്ടികള് അല്ലേ? അവള് നല്ല ധൈര്യശാലിയാ. ആ ധൈര്യമാണ് എനിക്ക് അവളുടെ സൗന്ദര്യമായിട്ട് തോന്നിയത്. നന്നായിട്ട് ആയിട്ടെടുക്കുന്ന പെങ്കൊച്ച അവള്. അവളുടെ ശരീരപ്രകൃതി കണ്ടാലറിയാം. ഇത്രയും സൗന്ദര്യവും സൽസ്വഭാവവും ഉള്ള ആരതിയെ നീ എന്താടാ പ്രേമിക്കാതിരുന്നേ? സൗന്ദര്യവും സൽസ്വഭാവവും ഉള്ള എല്ലാ പെൺകുട്ടികളെയും പ്രേമിക്കാനൊന്നും കഴിയില്ലല്ലോ. അല്ല, പിന്നെ എങ്ങനെയുള്ള പെൺകുട്ടികളെ ആൺകുട്ടികളെ പ്രേമിക്കാൻ നോക്കുന്നത്? ചില പ്രത്യേക ആളുകളോട് നമുക്ക് ചില പ്രത്യേക ഇഷ്ടം തോന്നും. ആ ഇഷ്ടത്തിന് ഒരു സൗന്ദര്യം ഉണ്ടാവും. ആ സൗന്ദര്യത്തോടുള്ള ഒരു ആരാധനയാണ് പ്രേമം. ആ പ്രേമത്തിന് കണ്ണും കാതും ഉണ്ടാവില്ല. മൗനമാണ് അതിന്റെ ശക്തി. ഗ്രേറ്റ് ഫിലോസഫി. അയ്യോ, നമ്മൾ ആരതിയുടെ ഫോൺ നമ്പർ വാങ്ങാൻ മറന്നുപോയി. അയ്യോ, തിരക്കിനിടയിൽ ഞാനും അത് മറന്നുപോയി. അയ്യോ, അല്ല, ആരതിയുടെ നമ്പർ കിട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. അവള് ഫോൺ അധികം അങ്ങനെ ഉപയോഗിക്കാറില്ല. വിളിച്ചാലും ചിലപ്പോഴേ കിട്ടൂ. എന്തായാലും ACP കൊണ്ടുള്ള ഒരു വലിയ തലവേദന ഒഴിഞ്ഞു കിട്ടിയല്ലോ. അതങ്ങനെ ഒഴിഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇനി എന്ത് തലവേദന വരാതിരിക്കുന്നേ? ACPയുടെ കല്യാണാലോചനയില്ലേ? അതിന് ആ കല്യാണത്തിന് ഞാൻ സമ്മതിച്ചിട്ടൊന്നുമില്ലല്ലോ. മുത്തശ്ശൻ വാക്ക് കൊടുത്തിട്ടുമില്ല. അപ്പൊ ഈ കല്യാണത്തിന് നിനക്ക് ഇഷ്ടമല്ലേ?
ഇതേത് ഭാഷയാണെന്ന് അറിയാമോ? ഞാൻ പല കോഡ് ഭാഷകളും റീഡ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആളാണ്. പക്ഷെ ഈ ലാംഗ്വേജ് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഒന്നും മനസ്സിലാവുന്നില്ലേ? ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്ക് സാർ. വായിച്ചാൽ മനസ്സിലാകുന്ന ഭാഷയല്ലേ വായിക്കാൻ കഴിയൂ. ഇത് ഏത് കാലത്തെ എവിടത്തെ ലാംഗ്വേജ് ആണെന്ന് അറിഞ്ഞാലല്ലേ വായിക്കാൻ കഴിയൂ.